ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. ചർച്ചയിലുടനീളം ഭരണപക്ഷം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ആണ് ഉന്നയിച്ചത്. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. റബ്ബറിന്റെ വില സ്ഥിരത അടക്കമുള്ള പ്രശ്നങ്ങൾ മോൻസ് ജോസഫ് ആകും അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ കൊണ്ടുവരിക. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഇന്നലെ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കാർഷിക വിഷയങ്ങളായിരിക്കും ഉന്നയിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ വിഷയം സഭ ചർച്ച ചെയ്യുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? അഭിലാഷ്, ഇപ്പോൾ നന്ദിപ്രമേയ ചർച്ചയാണ് സഭയിൽ പ്രധാനമായും നടക്കുന്നത്. 3 ദിവസത്തെ ചർച്ചയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ സഭയുടെ നന്ദിപ്രമേയ ചർച്ചയാണ്. പക്ഷേ ഈ 3 ദിവസം, ഇന്ന് 3-ാം ദിവസമാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഗവർണറെ വിമർശിച്ചുകൊണ്ടുള്ള പരമാവധി വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് പ്രത്യേകിച്ച് ട്രഷറി ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതേസമയം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഗവർണറെ വിമർശിക്കുന്നെങ്കിലും സർക്കാരിന്റെ അത്ര കണ്ട് വിമർശനം പ്രതിപക്ഷ നിരയിൽ നിന്നും ഉയരുന്നില്ല. ഏതായിരുന്നാലും ഗവർണറുടെ നിലപാടുകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന തരത്തിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ, പ്രത്യേകിച്ച് പ്രതിപക്ഷം പോകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, 8-ന് കേന്ദ്രത്തിൽ ഡൽഹിയിൽ സമരം നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്ന ആരോപണം സർക്കാരിനുണ്ട്. പ്രതിപക്ഷം ഈ സമരവുമായി ഡൽഹിയിൽ സഹകരിക്കുന്നില്ല. അഭിലാഷ്, നമുക്ക് ഇന്നത്തെ സഭാ നടപടികളിലേക്ക് വന്നാൽ ഇന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരുന്നു. കോഴിക്കോട് വയോധികൻ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തതും കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും അതിൽ സാമ്പത്തിക സ്ഥിതി, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച നോട്ടീസിന്മേൽ ചർച്ചയാകാമെന്ന് സർക്കാർ നിലപാടെടുക്കുകയും വലിയ വാക്പോര് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യം. ഇന്നും റബ്ബർ വില തകർച്ച എന്ന നിലയിലേക്ക് അടിയന്തര പ്രമേയം വരുമ്പോൾ, അതിന് നോട്ടീസ് വരുമ്പോൾ സാമ്പത്തികം തന്നെയാണ് അവിടെയും വിഷയമാവുക. സംസ്ഥാനം വിലസ്ഥിരത ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ പ്രതിപക്ഷത്തു നിന്ന് ആവശ്യപ്പെട്ട് ഇതിന് നോട്ടീസ് നൽകുന്നത്. മോൻസ് ജോസഫ് ആയിരിക്കും ഈ നോട്ടീസ് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഏതായിരുന്നാലും ഈ സാമ്പത്തിക വിഷയം തന്നെയാണ് കർഷകരുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും. നമുക്കറിയാം, റബ്ബറിന്റെ വില വർദ്ധിപ്പിച്ചാൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് ബിഷപ്പ് പ്ലാംബ്ലാനിയുടെ പ്രസ്താവന വന്നതും വലിയ വിവാദമായതും പിന്നീട് അദ്ദേഹം അത് പിൻവലിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് നമ്മൾ ആദ്യത്തെ വാർത്തകളിലൊക്കെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് വർഷമാണ്. തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അടുത്ത മാസങ്ങളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും ഇതൊരു വലിയ വിഷയമായി തന്നെ ഉയർന്നു വരും. ഇങ്ങനെ ഒരു ആവശ്യം ഇവിടെ നിന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതിന് പൂർണ്ണമായും അനുകൂലമായ ഒരു നിലപാടല്ല കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ വിഷയം വരുമ്പോൾ തന്നെ നെൽകർഷകരുടെ വിഷയം അടക്കം ഇന്ന് ചർച്ചയാകും. നേരത്തെ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കർഷകർക്ക് കൃത്യമായി പണം നൽകുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അഭിലാഷ്,